ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ത്രീ ഫേസ് ഡി ബിയിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ത്രീ ഫേസിൻ്റെ തന്നെ മീറ്റർ ബോക്സ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ത്രീ ഫേസ് ഉപയോഗിക്കുന്ന ഫ്യൂസ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് 32 ആംസ് 415 വോൾട്ടിൻ്റെയാണ് ഫ്യൂസ് യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 3 ഫ്യൂസ് യൂണിറ്റ്, അതായത് 3 ഫേസിന് RYB എന്ന് പറയുന്ന 3 ഫേസിന് വേണ്ടിയിട്ട് 3 ഫ്യൂസ് യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മീറ്റർ ബോക്സിൻ്റെ അകത്തിരിക്കുന്ന ഫ്യൂസ് യൂണിറ്റ് ഉറപ്പിക്കാനുള്ള ആ ഷീറ്റാണ് വന്നിരിക്കുന്നത് GAയുടെ. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ആദ്യമേ തന്നെ 2 നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് ടൈറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ഫ്യൂസ് കെട്ടുന്ന വയർ ഉപയോഗിക്കുന്നത്. ഫ്യൂസ് യൂണിറ്റ് ഫ്യൂസ് ക്യാരിയറാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ 2 നെറ്റ് ബോൾട്ട് വരുന്നുണ്ട്. ആ 2 നെറ്റ് ബോൾട്ട് ഇതിൻ്റെ പറയുന്ന ഓരോ സ്ഥലത്തും നമ്മൾ മീറ്റർ ബോക്സ് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വരുന്ന പ്ലേറ്റാണിത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഓരോന്ന് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക. 3 ഒരേ ലെവലിൽ വെക്കുകയാണെങ്കിൽ ഭംഗിയായിരിക്കും. 3 ഫ്യൂസ് യൂണിറ്റും വെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന നെറ്റ് ബോൾട്ടാണ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കണം. സെപ്പറേറ്റ് വാങ്ങിച്ച് ടൈറ്റ് ചെയ്യുക. അങ്ങനെ 3 എണ്ണം ടൈറ്റ് ചെയ്യുക. അതായത് 3 ഫേസിന് R എന്ന് പറയുന്നത് റെഡ്, Y എന്ന് പറയുന്നത് യെല്ലോ, ബ്ലൂ എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് ബ്ലൂ. അങ്ങനെ 3 ഫേസാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ന്യൂട്രൽ ലിങ്ക് കൂടി കൊടുക്കണം. അതായത് ന്യൂട്രൽ ലിങ്ക് എന്ന് പറയുന്നത് ന്യൂട്രലിന് വേണ്ടിയിട്ട് 3 ഫേസും ഒരു ന്യൂട്രലുമാണ് നമ്മുടെ 3 ഫേസ് കണക്ഷനിൽ വരുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലത് 100 ആംപിയറിൻ്റെ വരെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 100 ആംപിയറിൻ്റെയൊക്കെ നമുക്ക് ന്യൂട്രൽ ലിങ്കുകൾ കിട്ടും. അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ ഫേസിനനുസരിച്ചുള്ള ന്യൂട്രൽ ലിങ്ക് കൂടി വാങ്ങിച്ച് കണക്ട് ചെയ്യണം. ഇത് നമ്മളത് ഉറപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഈ ഫ്യൂസ് യൂണിറ്റ് എല്ലാം തന്നെ നമ്മുടെ ഷീറ്റുമ്പോൾ ഉറപ്പിച്ചു. അതുപോലെ തന്നെ ന്യൂട്രൽ ലിങ്കും കറക്റ്റായിട്ട് ഉറപ്പിച്ചു. ഇനി നമ്മുടെ വയറുകളെല്ലാം തന്നെ അതിൽ കറക്റ്റായിട്ട് കൊടുക്കുക. ഈ സൈഡിലാണ് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഡി ബിയിലേക്ക് പോകുന്നത്. ഈ സൈഡിലാണ് കൊടുക്കുന്നത്. ഡി ബിയിലേക്ക് പോകുന്നത് ഈ സൈഡിൽ കൊടുക്കുന്നു. തൊട്ടുപുറത്ത് റൈറ്റ് സൈഡിലാണ് നമ്മൾ മീറ്ററിലേക്ക്, അതായത് 3 ഫേസ് മീറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും നമ്മുടെ ഫ്യൂസ് യൂണിറ്റ് വയറ് വേണ്ടത്. ഒരു 3 വയർ, അതായത് നമ്മൾ സാധാ ഒരു വയർ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് 3 ഇഴകൾ അല്ലെങ്കിൽ മാക്സിമം പോയിക്കുന്നത് 4 ഇഴകളാണ്. ഈ ഇഴകൾ കറക്റ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓവറായിട്ട് നമ്മൾ ഫ്യൂസ് യൂണിറ്റിൻ്റെ അകത്ത് വയർ കെട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫ്യൂസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് തന്നെ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 32 ആംസ് 415ൻ്റെ ഫ്യൂസ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ MRP ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 227 ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏത് ഫ്യൂസ് യൂണിറ്റാണ് 3 ഫേസിന് യൂസ് ചെയ്യേണ്ടതെന്നും എത്ര ആംപിയറാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.